സാരി വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലൗസ് പീസും അതേപോലെ തന്നെ പല്ലു പോർഷനും കൺഫ്യൂഷൻ ആയിട്ടുള്ള സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാരി നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു സാരി വന്നിട്ട് ഇഹാ ഡിസൈൻസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഫ്ലഫി പ്ലീറ്റ്സ് എല്ലാം ഈസി ആയിട്ട് ഈ ഒരു സാരിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രേപ്പ് ചെയ്താൽ ഭംഗി ഉണ്ടാവും. നമുക്ക് ഈ ഒരു സാരി ബോക്സ് പ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലഫി പ്ലീറ്റ്സ് എടുക്കാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ കൊറിയർ ആയിട്ട് അയക്കും വേണം. ഈ ഒരു സാരിയുടെ 2 എൻഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സാരി എടുക്കുന്ന സമയത്ത് സാരിയുടെ പല്ലു പോർഷനും ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഏതാണെന്ന് അറിയാത്ത കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കസ്റ്റമറോടും അതേപോലത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് ആദ്യം സാരിയിൽ നിന്നൊരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ബ്ലൗസ് പീസ് തന്നെയായിരുന്നു. പക്ഷെ ആളുടെ വിചാരം അത് പല്ലു പോർഷനാണെന്ന് വെച്ച് വീണ്ടും ആ ഒരു ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്തു. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത രീതിയിലുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആളിതേ ഈ ഒരു ഭാഗത്ത്, അതായത് പല്ലു പോർഷനുള്ള ഭാഗം വെച്ചിട്ടാണ് ഇപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് പല്ലു പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗം നമുക്ക് പല്ലു പോർഷനായിട്ട് എടുക്കാം. ബാക്കി നിങ്ങൾ വെട്ടി ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളോട്ട് ഉടുക്കുന്ന പോലെ നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു നമ്മൾ ഫൈനലി. അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഉടുത്തിട്ട് ഒന്ന് എനിക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു സാരി എനിക്ക് തന്നെ ഡ്രേപ്പ് ചെയ്യുന്നത് കേട്ടോ. സാരി സത്യം പറയുകയാണെങ്കിൽ ആളിനോട് പറഞ്ഞു വേറെ സാരി നിങ്ങൾക്ക് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വിലയുടെ സാരി 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. 1500 തന്നെയേ ഉള്ളൂ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കളറും അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ ഇത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം, നമ്മളിത് ഒഴിവാക്കണ്ട. പിന്നെ എനിക്കും സാരി വാങ്ങാനുള്ള ഒരു ടൈമും അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ പോകാനുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ലാസ്റ്റായിട്ട് അവരോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി ഞാൻ ഉടുത്ത് കാണിച്ചപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ആൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത ഭാഗം ഉള്ളോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. എങ്കിലും ബാക്ക് നോക്കിയിട്ടാണ് ചിലതായിട്ട് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. എങ്കിലും നമ്മൾ ഫൈനലി ഇതേപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡിസ്കഷൻ നമ്മളിതാ പ്രീപ്ലീറ്റിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പ്രീപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാരിയുടെ എടുത്ത് പറയുന്നത് പല്ലു പോർഷൻ, അതായത് പല്ലുയുടെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ പല്ലുയുടെ ബാക്കി പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഈ ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടാണ്. വീഡിയോക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഒരു ടേബിളിൽ നേരെ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതാകുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് ലെങ്ത്തിൽ നമുക്ക് പ്ലീറ്റ്സ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസ്ഫുൾ. അപ്പോഴേക്ക് അമ്മയ്ക്ക് ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു സാരിയുടെ 2 എൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അമ്മ ക്യാമറ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ ആൾ വിട്ടു. അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭാഗം ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും എൻ്റെ അമ്മനോട് പറയുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പ്രീപ്ലീറ്റിങ് കാര്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് സെൻറ്റർ പ്ലീറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണല്ലോ ഇത്. ഈ ഒരു ഭാഗത്ത് ഫ്ലഫി പ്ലീറ്റ്സ് ആണ് കുറച്ചും കൂടെ ഇതിനെ സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു സാരി അങ്ങനെയാണ്, സെമി സിൽക്ക് സാരിയാന്ന് തോന്നുന്നത്. ഓക്കെ, ഹാ ഡിസൈനാണ് കേട്ടോ. അവരുടെ പേജ് എനിക്ക് യൂട്യൂബിൽ ടാഗ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇൻസ്റ്റയിൽ എന്തായാലും ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നിങ്ങൾ കയറി നോക്കാം. അവരിൽ ഇതേപോലെ സാരീസിൻ്റെയും അതേപോലെ തന്നെ ചുരിദാസിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടവർ അതിൽ കയറി നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു സാരിയുടെ റേറ്റും കാര്യങ്ങളും ഉള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കേണ്ട, അവർക്ക് ഡയറക്റ്റ് തന്നെ മെസ്സേജ് അയച്ചാൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അയണിങ് എല്ലാം കഴിഞ്ഞിട്ട് ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ചെസ്റ്റ് പ്ലീറ്റ് എന്ന് പറയുമ്പോൾ. അത് അയൺ ചെയ്ത് നീറ്റായി അയൺ ചെയ്ത് വരുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയാണ് കിട്ടാനുള്ളത്. ചില സാരിന് ഇഷ്ടമാവില്ല, ചില സാരി ഭയങ്കര ബൗൺസ് ആയിട്ട് നിൽക്കുമ്പം വെറുത്ത് പിടിക്കും. എന്താ ഈ സാരി എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയുള്ള ഒരു മൈൻഡായിരിക്കും. ചില സാരീസ് നല്ല രീതിയിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. ഈ ഒരു സാരിയും അങ്ങനെ തന്നെയാണ്, സെമി സിൽക്ക് ടൈപ്പ് സാരിയാണിത്. അപ്പം ബോക്സ് പ്ലീറ്റിംഗ് എല്ലാം ഏകദേശം കഴിയാനായി. സോ ഇതേപോലത്തെ ബോക്സ് പ്ലീറ്റിംഗ് സർവീസും അതേപോലെ തന്നെ ബോക്സ് പ്ലീറ്റിങ്ങിൻ്റെ ക്ലാസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിന് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. മെസ്സേജ് അയക്കുന്ന സമയത്ത് യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ മെസ്സേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് എന്തായാലും നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മളെ സർവീസസിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പേജ് മറക്കണ്ട. AK സിംപ്ലി ഡാഷ് ഡ്രൈവിംഗ് സ്റ്റുഡിയോ വൈക്കീർത്തനെയാണ്. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ഇടിമുഴിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ 3 ബൈ.